ഹലോ നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലോന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ മലയാളത്തിൽ ഏറ്റവും പുതിയതായി റിലീസാകാൻ പോകുന്ന പൊറോട്ട നാടകം എന്ന് പറയുന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് അതിന്റെ ഡയറക്ടർ ആൻഡ് ആക്ടേഴ്സ് ആണ് നമ്മുടെ ഗസ്റ്റായി എത്തിയിട്ടുള്ളത്. സെല്ലോയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ഡയറക്ടർ നൗഷാദ് സഫ്രോൻ ആൻഡ് ഐശ്വര്യ ആൻഡ് രജീന. ഇപ്പം മലയാളത്തിന് രണ്ട് പുതിയ നായികമാരെ കൂടിയിട്ട് കിട്ടുകയാണ് ഈ ഫിലിമിലൂടെ. നമുക്ക് സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഞാൻ ടീസറൊക്കെ കണ്ടിരുന്നു സർ. അപ്പം ഒരു ഡിഫറെൻറ്റ് എലമെൻറ്റ്, ഒരു വെറൈറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് അതെന്ന് നമുക്ക് തോന്നിയത്. മോർ ഓവർ ലൈക്ക് ഒരു ഹ്യൂമറിൽ പറഞ്ഞു പോകുന്ന ഒരു പൊളിറ്റിക്കൽ സെറ്റയർ പോലെ. വാട്ട് ഈസ് എക്സാക്ട്ലി ദാറ്റ്? ആക്ച്വലി പൊറാട്ട് നാടകം എന്ന് പറയുന്നത് നമ്മുടെ മലബാർ മേഖലയിൽ അല്ലെങ്കിൽ മലബാർ റീജിയനിൽ പണ്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് പൊറാട്ട് നാടകം. അതാത് ഭൂമികയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഭരണാധികാരികളുടെ കയ്യിലുണ്ടാകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഉണ്ടാകുന്ന അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള കാര്യം സംഭവിക്കുമ്പോൾ ആ നാട്ടിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ്, ഈ പൊറാട്ട് നാടകത്തിലൂടെയാണ് പ്രതികരിക്കുക. അതാണ് ഇതിനൊരു ഒരു ബേസ് കണ്ടന്റ്. ഈ പൊറാട്ട് നാടകമാണ്, ആ പൊറാട്ട് വ്യൂ പോയിന്റിലാണ് ഈ സിനിമ മൊത്തം പോകുന്നത്. ഇത് ഗോപാലപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ 21 ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കഥയാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പം ഈ ഒരു 21 ഡേയ്സിൽ നടക്കുന്ന ഇൻസിഡൻസ് ആണ് അപ്പം ഈ ഒരു പൊറോട്ട നാടകത്തിന്റെ ഒക്കെ ഒരു ഇത് ഉൾപ്പെടുത്തി ഫിലിമിൽ കാണിക്കുന്നത്. അതെ തീർച്ചയായും. ഇതൊരു ഗോപാലപുര എന്ന് പറയുന്നത് ഇപ്പം കർണാടക കേരള ബോർഡറിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ആക്ച്വലി ഇതിൻ്റെ പേരാണ് ഗോപാലപുര. അവിടെ നടക്കുന്ന ഇതിലിപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന് കുടിയേറിയ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഗോപാലപുര. ഈ ഗോപാലപുരയിൽ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥകളിൽ സാധാരണ ജനങ്ങളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു, എങ്ങനെ പ്രയാസമുണ്ടാക്കുന്നു, അതാണ് ഈ പൊറാട്ട് നാടകം. ഓക്കെ. അപ്പം നിങ്ങൾ രണ്ടാളും ആദ്യമായിട്ടാണ് വരുന്നത്, അതും ഹീറോയിൻസ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് ക്യാരക്ടറിനെ പറ്റിയിട്ട് കേൾക്കാൻ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. പറയും. പൊറാട്ട നാടകത്തിലേക്ക് വരുന്നത് സിദ്ദിഖ് സാറാണ് ഡയറക്റ്റ് കാസ്റ്റ് ചെയ്തതാണ് പൊറാട്ട നാടകത്തിലേക്ക്. ഇതിനകത്ത് സൈജു ചേട്ടൻ്റെ ഭാര്യയായിട്ട് സീന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട്, ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിലെ ക്യാരക്ടറായിട്ടാണ് ഈ മൂവി ചെയ്തിട്ടുള്ളത്. നമ്മളെ വീട്ടിലൊക്കെ കാണുന്ന സാധാരണ ഒരു കുടുംബത്തിലെ ഒരു ഭാര്യയായിട്ടുള്ള ഒരു കുട്ടി, 2 മക്കളുണ്ട്. അങ്ങനെയാണ് അവരുടെ കുടുംബം. ആണ് സീനേനെ പറ്റി പറയാൻ അതാണ്. ഐഷു പറഞ്ഞ പോലെ തന്നെ സിദ്ദിഖ് സാറിൻ്റെ ഒരു ഗൈഡൻസ് ആൻഡ് സപ്പോർട്ടിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് സിദ്ദിഖ് സാർ തന്നെയാണ് നമ്മളെല്ലാവരും കാസ്റ്റും ചെയ്തത്. അപ്പോൾ ആൻഡ് ഈ സിനിമയിൽ രാഹുൽ മാധവിൻ്റെ ഒരു പേരായിട്ടാണ്, തനു ആണ് ക്യാരക്ടറിൻ്റെ പേര്. ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ കാണാൻ പറ്റിയ ഇപ്പോഴത്തെ ഒരു ബോൾഡ് ആൻഡ് കറേജസ് ആയിട്ടുള്ളൊരു യങ് ഗോ ടു ഗേൾ ആണ്. ഓക്കെ. അപ്പോൾ ക്യാരക്ടറിനെ പറ്റിയിട്ട് കേട്ടു. ഇപ്പം 2 സുന്ദരികളെ കണ്ടിട്ട് എൻ്റെ ഓഡിയൻസിനെ ഇനിയിപ്പം നിങ്ങൾ എന്താണ് എവിടെ നിന്നാണെന്നൊക്കെ അറിയാനായിട്ടുള്ളൊരു ഇതുണ്ട്. നമുക്ക് കൂടുതൽ നിങ്ങളെ പറ്റിയിട്ട് ലൈക്ക് ഐശ്വര്യ ആൻഡ് രജീന. ഓക്കെ. ഞാൻ ആക്ച്വലി നാട് കണ്ണൂരാണ്, പക്ഷേ ബോംബെ സെറ്റിൽഡ് ആണ്, താമസിക്കുന്നതൊക്കെ അവിടെയാണ്. യെസ്, അതാണ്. അത് ആക്ടിങ് തന്നെയാണ് ചെയ്യുന്നത്. ആക്ടിങ് ആണ് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് പാഷനാണ്, ആഗ്രഹമായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. എത്ര നാൾ ട്രൈ ചെയ്തു? ഞാൻ മൂവീസിന് വേണ്ടി അങ്ങനെ ട്രൈ ചെയ്ത് അങ്ങനെ ഓഡിഷൻസ് അങ്ങനെ ഒത്തിരി ഒന്നും നിന്നിട്ടില്ല. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ആണ് സിദ്ദിഖ് സാറിനെ പരിചയപ്പെടാൻ ഒരു അവസരം ഉണ്ടായത്. 2020 ഞാൻ സാറിനെ കാണുന്നത്. എന്നിട്ടും സാർ ഈ പ്രോജക്റ്റ് വന്നപ്പോൾ എന്നെ അതിലേക്ക് ഓർത്ത് വിളിച്ചു എന്നതാണ് അതിന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം. അഭിനേത്രി ആവണം തന്നെ ആഗ്രഹിച്ച് വളർന്ന ആളാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പൊ ഇപ്പോഴാണ് എന്നിട്ട് ഫൈനലി അല്ലേ അങ്ങനെ പ്ലാറ്റ്ഫോം, അതെ, നല്ലൊരു മൂവിയിലൂടെ എൻ്റെ തുടക്കം തന്നെ വരാൻ വേണ്ടി പറ്റിയ. രജീനയുടെ ഡെബ്യൂ ഫിലിം അല്ല, ഇതിനു മുമ്പ് സുരേഷ് ഗോപി സാറിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് രജീനെ പറ്റിയിട്ട് കൂടുതൽ അറിയാം. എന്നിട്ട് ആസ്ക് ചെയ്തത്. ഞാൻ ജനിച്ചത് വളർന്നതെല്ലാം ബോൺ ആൻഡ് ബ്രോഡ് അപ്പ് ഇൻ പൂനെ. പിന്നെ നാട് പാലക്കാടാണ്. പക്ഷെ മലയാള സിനിമ അത്രയും ഇഷ്ടമായതുകൊണ്ട് ഐ വോണ്ടഡ് ടു ട്രൈ ഇൻ മലയാളം സിനിമ. അപ്പം അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നതും. ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഞാൻ ഓഡിഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് മൂവി മെഹുമോസ ലഭിക്കുന്നത്. പിന്നെ ത്രൂ ദ ജേർണി എനിക്ക് സിദ്ദിഖ് സാറിനെ മീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പം ഞാൻ സിദ്ദിഖ് സാറിനോട് പറഞ്ഞു, സർ ഐ വോണ്ട് ടു വർക്ക് ഇൻ യുവർ പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് സിദ്ദിഖ് സാർ പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് എൻ്റെ ഒരു അസോസിയേറ്റ് നൗഷാദ് സാർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, അപ്പോൾ അതിൽ ഓഡിഷൻ അറ്റൻഡ് ചെയ്യൂ. അപ്പം നമുക്കൊരു 2 ദിവസം ഒരു ഓഡിഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു കാഞ്ഞങ്ങാട്ടിൽ.
അപ്പം ഞാൻ അത് അറ്റൻഡ് ചെയ്തു. അപ്പം ആ ഒരു അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ യെസ് യെസ്. ഇപ്പൊ ഇവിടെ എല്ലാരും സംസാരിച്ചപ്പം വാദോരാതെ പറഞ്ഞൊരു പേരായിരുന്നു നമ്മുടെ ഡയറക്ടറായ സിദ്ദിഖ് സാറിന്റെ ഒരു ഇത്. അദ്ദേഹത്തിന്റെ ഒരു വേർപാട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പം സാറാണ് ഈ പ്രോജക്റ്റ് ലൈക്ക് ത്രൂ ഔട്ട് ഒരു വലിയ സപ്പോർട്ടായിട്ടും ഗൈഡായിട്ടും കൂടെ നിന്നത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതൊരു നികത്താൻ പറ്റാത്തൊരു നഷ്ടം തന്നെയല്ലേ സാർ? അതായത് സിനിമയുടെ ടീസറിന്റെ ആദ്യം തന്നെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുറെ പിക്ചേഴ്സ് ആൻഡ് എവറിത്തിങ്. പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വിരുമ്പി പോകും. കാരണം ഒരു ശിഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു ഗുരു ഒരു പടം പ്ലാൻ ചെയ്യുകയും ആ പടം തുടക്കം മുതൽ അവസാനം വരെ അതിന് മേൽനോട്ടം വഹിക്കുകയും അത് നല്ല രീതിയിൽ പൈസയാവണം ആഗ്രഹിക്കുന്ന അതൊരു ഗുരുത്വം. അത് ഭയങ്കര അതിൻ്റെ ബ്ലെസ്സിങ് എപ്പോഴും ഭയങ്കര ആഗ്രഹിച്ചു, അത് സംഭവിച്ചു. അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം സാറിനെ കുറിച്ച് പറയാൻ തീരില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ ഞങ്ങൾ ഈ പടം സാറ് പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി ഞാൻ ഭാസ്കർ റാസ്കൽ അതേപോലെ തന്നെ ഫുക്കറി എന്ന സിനിമകളാണ് കൂടുതലും അസോസിയേറ്റ് വർക്ക് ചെയ്തത്. അതിന് മുമ്പ് സാറുമായിട്ട് പല കഥകളും ഡിസ്കസ് ചെയ്യും പടം ചെയ്യാൻ വേണ്ടി. സാറ് പറഞ്ഞു, പക്ഷേ പടം ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പടം ആ സിഗ്നേച്ചർ മൂവി ആയിരിക്കണം. അപ്പോൾ ഏറ്റവും നല്ല സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. അങ്ങനെ 10-25 സബ്ജക്റ്റ് ഞങ്ങൾ ആലോചിച്ചു, പക്ഷെ ഒന്നും വർക്കായില്ല. അങ്ങനെ സാറ് പറഞ്ഞു, എൻ്റെ 2 കഥകൾ ഞാൻ പറയാം, കേട്ടു നോക്കൂ, നൗഷാദ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആലോചിക്കാതെ. നമ്മൾ അയ്യോ സാറിന് ഞാൻ ഇഷ്ടപ്പെടാനോ, സാർ പറയുന്നത് ഞാൻ ചെയ്യാം. അങ്ങനെ നൗഷാദ് കേൾക്കുമെന്നു. അങ്ങനെ സാറ് 2 കഥ പറഞ്ഞു. എനിക്ക് അതിൻ്റെ ഒരു കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതിൽ ഹ്യൂമറാണ്. അപ്പോൾ സാറ് പറഞ്ഞു, ഇത് ചെയ്യാം. ആയിക്കോട്ടെ സാറേ ചെയ്യാം. അപ്പോൾ സാറപ്പോൾ ഇപ്പോൾ എഴുതാം. അപ്പോൾ പുള്ളി അത് നടക്കില്ല. കാരണം ഞാൻ ഓൾറെഡി 2 പ്രൊജക്ട്സിന് കമ്മിറ്റഡാണ്. മമ്മൂക്കയുടെ പ്രൊജക്റ്റും ഒരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റ്. അതുകൊണ്ട് ചെയ്യാൻ അത് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാറ് എഴുതണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ എഴുതാൻ കാത്തു നിന്നാൽ നൗഷാദ് പടം ചെയ്യലുണ്ടാവില്ല. സോ നമുക്ക് റൈറ്റർ കണ്ടെത്താം. അങ്ങനെയാണ് സുനീഷ് വാരനാട് എന്നുള്ള റൈറ്ററെ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അങ്ങനെ ആ സുനീഷ് വാരനാട് എന്നുള്ള റൈറ്റർ എത്തി. അദ്ദേഹം കഥ കേട്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു, സാറേ നല്ല ഉഗ്രം കഥയാണ്, പക്ഷേ ഇത് എഴുതണമെങ്കിൽ സാറും കൂടെ എഴുതണം. അപ്പോൾ സാർ പറഞ്ഞു, എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. അപ്പോൾ സുരേഷ് പറഞ്ഞു, സാറേ ഒരു കാര്യം പറയട്ടെ, എൻ്റെ കയ്യിലൊരു സീൻ ഓർഡറായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്, സാർ കേട്ടോ? ആ പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, കൊള്ളാലോ, ഇത് ആലോചിക്കാനോ. അങ്ങനെ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് കേൾക്കുക, പക്ഷേ ഇത് കൊള്ളാമെന്ന് പറഞ്ഞു. നമ്മൾ സാർ തീരുമാനിക്കുന്ന പോലെ വേറെ ഒന്നുമില്ല. അങ്ങനെയാണ് ഈ തീരുമാനിക്കുന്നത്. ഓ, അങ്ങനെയാണ് പൊറോട്ട നാടകത്തിന്റെ കഥ വന്നത്. ഓക്കെ. ഇതിന്റെ ടീസറിലും ഇതിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചപ്പോഴും മണിക്കുട്ടി എന്ന് പറയുന്ന ഒരു പശു ഇതിലെ ഒരു മെയിൻ കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കര കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമായിട്ട് തോന്നി. കാരണം ഇപ്പം ആട് ഒരു ഭീകരജീവി, അതിനകത്തൊക്കെയാണ് ലൈക്ക് എന്താ പറയാ, ആനിമൽസിനൊക്കെ അങ്ങനെ ഒരു മെയിൻ ഇതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഈ സിനിമയിൽ എന്താണ് കുട്ടീനെ പോലെ ഒരു പശുവിനെ കിട്ടിയത് ഒരു വലിയ ബ്ലെസ്സിംഗ് ആണല്ലേ നൗഷാദ്? ഭയങ്കര കൃത്യമായി പറഞ്ഞാൽ അനുസരിക്കുന്ന പശു എന്നൊക്കെ പറയും. എനിക്ക് പേടിയാണ് മൃഗങ്ങളൊക്കെ, ഡോഗ്സിന്റെ ആയാലും പൂച്ചേനൊക്കെ. പക്ഷെ മണിക്കുട്ടിയുടെ അടുത്ത് കുറച്ചൊന്ന് സമയം എടുത്തു. പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴേക്കും മണിക്കുട്ടീൻ്റെ അടുത്ത് ഭയങ്കര, മണിക്കുട്ടി കഴിച്ചോ, മണിക്കുട്ടി ഓക്കെ ആണോ ഒക്കെ അറ്റൻഷനിലായിരുന്നു. നമ്മളൊക്കെ ജോലി സെറ്റിൽ അത്രയും അറ്റാച്ച്ഡ് ആയി ആ ഒരു കവുമായിട്ട്. അതില് ഒരു രസകരമായി സംഭവിച്ചല്ലേ, ഞാൻ എൻ്റെ ക്യാമറയിൽ നൗഷാദ് ഷെരീഫായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ പശു നമ്മുടെ മണിക്കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചാണകം ഇടുന്ന ഷോട്ട് എനിക്ക് വേണം. അപ്പോൾ അതിങ്ങനെ എടുക്കാൻ പറ്റും, നമ്മൾ എടുക്കാം, ഇപ്പം അത് റെഡിയാവും, മണിക്കൂട്ടി റെഡിയാവും. നമ്മൾ മണിക്കൂട്ടി റെഡിയല്ലേ, മണിക്കൂട്ടി റെഡിയല്ലേ. അപ്പോൾ അതിങ്ങനെ യൂഷ്വലി ഇങ്ങനെ തലാട്ടല്ല. ഞാൻ പറഞ്ഞു മണിക്കൂട്ടി റെഡിയാണ്, റെഡി, ക്യാമറ എടുക്കാൻ പറഞ്ഞു. ക്യാമറ കാത്തു വെച്ചു, അവസാനം വരുന്നില്ല. അപ്പോൾ പക്ഷെ സമയം കാണണ്ട എന്ന് പറയും. ക്യാമറ തിരിക്കലും മണിക്കൂട്ടി. അപ്പോൾ അത് നമ്മൾ ക്യാപ്ചർ ചെയ്തു. അപ്പൊ അത്രയും ഒരു പിന്നെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പശുവായിരുന്നു മണിക്കൂട്ടി. വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് വേണ്ടി ദൈവം ഇറക്കി വന്ന ഒരു അവസ്ഥയായിരുന്നു. ആ പോസ്റ്ററിനെ കാണുമ്പോഴും ലൈക്ക് നമുക്ക് കാണുമ്പോഴത്തേനും ഈ പശുവിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ല, അങ്ങനെ പോലും തോന്നിപ്പോ. അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു പശുവാണ് മണിക്കുട്ടി. അത് സൈലന്റ് ആണ്, നല്ല കംഫർട്ടായിരുന്നു. സാധാരണ ബുദ്ധിമുട്ടല്ലേ, ചെറിയ ബുദ്ധിമുട്ടല്ലേ, അവരെ മേയിച്ചു കൊടുത്ത് ഒരു പ്രാക്ടീസും ഇല്ല.
നമ്മൾ പശുവിടെ കൂടെ തന്നെ ഒരു ടേക്കിൽ ഓക്കെ ആക്കിയ സീൻസ് ഒക്കെ ഉണ്ട്. സീനൊക്കെ ചിലപ്പോൾ പശു അനങ്ങിയാലും മതിയല്ലോ, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരില്ലേ. അപ്പൊ അതേ മണിക്കുട്ടീനോട് പോയി, മണിക്കുട്ടി സീനാണ് ചെയ്ത് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു അതുപോലെ ചെയ്തോണ്ടിരുന്നത്. അയ്യോടാ. ആക്ച്വലി ഈ കഥ പറയുമ്പോൾ ഞാൻ എൻ്റെ മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജിന് പറഞ്ഞു, ഈ ഇതിലൊരു സോങ് വരുന്നത് ഈ മണിക്കുട്ടിയും ഈ സൈജു കുറുപ്പിന്റെ ക്യാരക്ടറുമായിട്ടുള്ള ബന്ധം. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ മനുഷ്യർക്ക് പറയാൻ പറ്റുന്ന ഫീലിങ്സ് പോലെ അവർക്കും ഉണ്ടാവും ഫീലിങ്സ്, അവർ പറയാൻ കഴിയുന്നില്ല മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ആ കഥ പറയേണ്ടതെന്നുള്ളത് ഞാൻ രാഹുൽ അതൊരു മനോഹരമായിട്ടൊരു സോങ് അതിനോട് ഉണ്ടാക്കി തരുകയും ചെയ്തു. അപ്പോൾ ഈ പാട്ടുമായി കണക്ട് ചെയ്യുന്നത് ഈ പശുവും പിന്നെ നമ്മുടെ ബന്ധമാണ്. മനുഷ്യനും ഈ പണിക്കുട്ടിയും തമ്മിലുള്ള ബന്ധം എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് വ്യക്തമാണ് ആ പാട്ടിന്. ആ പാട്ട് ഞാൻ കേട്ടിരുന്നു. അതിനിപ്പോ എന്തെങ്കിലും രാഹുലേട്ടൻ ഇങ്ങോട്ട് വരുമ്പോ അദ്ദേഹത്തോട് ചൊല്ലി വെച്ചിരിക്കുന്നതാണ് പശുവിന്റെ ആ ഒരു എന്താ പറയുക കരച്ചില് അല്ലേ, ആ വയ്ക്കുന്നത് അതിനകത്ത് ആ പാട്ടിലെ ഈണത്തിനോട് ഇങ്ങനെ ചേർത്ത് വെച്ചത്. അതെനിക്ക് ആ ഭയങ്കര ഒരു മ്യൂസിക് ഡയറക്ടറിന് ഒരു കഴിവ് മാതിരി തോന്നി. കാരണം ആ പശുവിന്റെ ഒരു ഇതും സംഗീതമായിട്ട് കണക്ട് ആയിട്ട് പോയിട്ടുണ്ട്. എനിവേ, സോ കമ്മിങ് ടു യു ജജീന, സുരേഷ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം ഇതിനകത്ത് സൈജേട്ടൻ്റെ കൂടെ കുറേ നാളായിട്ട് നമ്മളെ സ്ക്രീനിൽ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മജേട്ടൻ്റെ കൂടെ ഒക്കെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. സൂപ്പർ ഫൺ. കാരണം യൂഷ്വലി എനിക്ക് സീൻസ് ഉണ്ടായിട്ടത് ലൈക്ക് വിത്ത് രാഹുൽ മാധവ് ആണ്. ഈസ് ഓൾസോ വെരി ഗുഡ് ആക്ടർ ആൻഡ് നമുക്കൊരു വെഡിങ് സോങ് ഒക്കെ ഉണ്ട്. സോ ഇറ്റ് വാസ് സൂപ്പർ ഫൺ ആൻഡ് സ്പെഷ്യലി വർക്കിംഗ് വിത്ത് ഡയറക്ടർ നൗഷാദ് സർ, ഐശ്വര്യ. It is super. നല്ലൊരു ഗുഡ് ടീം ആക്ച്വലി, എസ്പെഷ്യലി ദ ഡയറക്ടർ ആൻഡ് സ്പെഷ്യലി സിദ്ദിഖ് സാറിന്റെ ആ ഒരു ബ്ലെസ്സിങ്. ബ്ലെസ്ഡ്, നമ്മളെല്ലാവരും ബ്ലെസ്ഡ് ആണ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. ഇപ്പൊ ഇല്ലല്ലോ ഉള്ളൊരു വിഷയം മാത്രമാണ്. ആ ഒരു റിലീസ് സമയത്ത് അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയി. നൗഷാദിക്ക് ഇപ്പൊ ഇത്രയധികം സിനിമകൾ അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. എന്താണ് അദ്ദേഹത്തിൽ നിന്നൊരു പഠിച്ചൊരു കാര്യം? ഇപ്പം നമ്മുടെ ഗുരുവിനെ കണ്ടിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുക, ലൈഫിൽ ഇംപ്ലൈ ചെയ്യുക. അതേപോലെ നൗഷാദിക്ക് ലൈക്ക് ട്രഷർ ചെയ്ത് വെക്കുന്ന ഒരു കാര്യം എന്താണ്? ഒരുപാട് വെച്ചാൽ ഒന്ന് അദ്ദേഹം ക്ഷമ, പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മര്യാദ, അവർക്ക് കൊടുക്കുന്ന സ്പേസ്, ഇത് പഠിക്കുന്നതാണ്. ചില ആർട്ടിസ്റ്റുകൾ വന്ന് അഭിനയിക്കുമ്പോൾ പലപ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴും സാർ വളരെ റിലാക്സ് ആയിട്ട് ചെയ്യിപ്പിക്കുന്നു. അവർക്ക് കൊടുക്കുന്ന സ്പേസ്, കംഫർട്ടുണ്ട്. അത് വലിയൊരു കാര്യം, ക്ഷമ. പിന്നെ സാർ പറയുന്നത് നർമ്മത്തിലൂടെ എല്ലാ കാര്യം പറയുമോ, ഒരാളെയും വേദനിപ്പിച്ച് പറയില്ല. അങ്ങനെ ഒരുപാട് പഠിക്കാൻ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ ആക്ച്വലി സാറെ കുറിച്ച് ഓർക്കും മനസ്സിലാകുന്നത് ഒരു പുരുഷായുസ് കൊണ്ട് ഉണ്ടാക്കിയ പേരാണ് സിദ്ദീഖ്. അപ്പോൾ സാറിന് ഒരു വടവൃക്ഷമാണ്. ആ സാറിൻ്റെ കൂടെ നമ്മൾ വളരെ ചെറുതായി നിൽക്കുമ്പോൾ ആ ഒരു അനുഗ്രഹം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു കളങ്കം വരാതെ പോലും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ദൈവം സഹായിച്ച് അത് ഈ നിമിഷം വരെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇതിപ്പം ഇതിന്റെ ഫൈനൽ ഔട്ട് എന്തെങ്കിലും സാറിന് കാണാൻ പറ്റിയിരുന്നു, സാറിനെ കാണിക്കാൻ പറ്റും? സാറ് ആക്ച്വലി സാറ് 4 ദിവസം ഞങ്ങൾ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സാർ ദുബായിക്ക് പോയി. പക്ഷെ സാർ ദുബായിക്ക് പോയാലും ദിവസവും രാവിലെയും വൈകുന്നേരം സാർ എന്നെ വിളിക്കുക, ദുബായ് ഇന്ന് എന്തെടുക്കാൻ പോകുന്നത്, എന്തെടുത്തു, വൈകുന്നേരം ഞങ്ങൾ എടുത്ത് അയച്ചു കൊടുക്കും. എന്നിട്ട് സാറ് നോക്കിയിട്ട് പറയും, പക്ഷേ ഇതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അതിങ്ങനെ ഒന്ന് മാറ്റിക്കൂടെ, മാറ്റുന്നതല്ല പറയാ, മാറ്റിക്കൂടെ, അത്രയും ഇൻവോൾവ് ആയിരുന്നു, ഭയങ്കര ഇൻവോൾവ്. അപ്പോൾ സാറ് അഭിപ്രായം പറയും, ഞങ്ങൾ മാറ്റും, പുള്ളിക്ക് അയച്ചു കൊടുക്കും. ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത്, ഡബിങ് സമയത്ത് സാർ വന്ന് കാണും, സാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അഭിപ്രായം പറയും. പിന്നെ അവസാനം പണം സാർ കണ്ടിട്ട് ഉള്ള ഇതുപോലെ എൻ്റെ പോർഷൻസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്, കംഫർട്ട് ആയിരുന്നുണ്ട്, അത്രയും ഒരു കെയർ ഉണ്ടായിരുന്നു. ആൻഡ് ഈവൻ ഡബിലെ കുറച്ച് കറക്ഷൻസ് ഒക്കെ പറഞ്ഞൂടെ പറഞ്ഞു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മീറ്റ് ചെയ്യാൻ പോയി സാറിനോട്. സോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സാർ പറഞ്ഞല്ലോ സിദ്ദിഖ് സാർ വളരെ കാമാണ്, അങ്ങനെ ഓൾ ദ ക്വാളിറ്റീസ് വാട്ട് സിദ്ദിഖ് സാർ ഹാസ്, all other persons also has. It is exactly ആ ഒരു കംഫർട്ട് നമ്മൾ ഈ ഒരു മൂവി അത്രയും നല്ലൊരു കൂൾ ആൻഡ് കാം. അപ്പൊ റീടേക്ക് ഒക്കെ വന്നാൽ ഭയങ്കര കൂളായിട്ട് വരുത്താറില്ല. നൗഷാദൊക്കെ ജസ്റ്റ് വിളിച്ചാൽ മതി, ഐശ്വര്യ, അപ്പൊ മനസ്സിലാവും ഓക്കെ ഇതാണ് മിസ്റ്റേക്ക്. ഓക്കെ നെക്സ്റ്റ് ടൈം വിടുമ്പോഴേക്കും
പറഞ്ഞു തരും അങ്ങനെയാണ് കറക്ഷൻസ് വളരെ സോഫ്റ്റ്ലി കാം കംഫർട്ട്. അവിടെ വന്ന് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അടുക്കെ പോലും മിങ്കിൾ ചെയ്യുന്ന രീതി ആയി കഴിഞ്ഞാലും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി ആയി കഴിഞ്ഞാലും ഇപ്പൊ എത്ര ടേക്ക് അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നാലും അതൊക്കെ അവർ സ്കൂൾ വെരി പൊളൈറ്റ് ടു ഈച്ച് ആൻഡ് എവറിബഡി ഇൻ ദ സെറ്റ്. അത് ഞാനും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം കേട്ടോ. ഭയങ്കര എന്താ പറയാ, ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഇപ്പം മമ്മൂക്കാന്റെ ഒക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. അപ്പം നമുക്ക് തോന്നുന്നു ഇത്രയും കഴിയുമ്പോൾ നമുക്കില്ലല്ലോ നമുക്ക് അത്രയ്ക്കും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാരെയാ കാണാം. എനിവേ ഇറ്റ് വാസ് റിയലി ഫൺ ടോക്കിംഗ് ടു ദ ഡയറക്ടർ. ഇനി ഇതിന്റെ മ്യൂസിക് ഡയറക്ടറെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ഷാദിക്ക, താങ്ക് യു സോ മച്ച്. ഒരുപാട് നാളായിട്ട് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള രാഹുലേട്ടനാണ് ഇപ്പൊ നമ്മളെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വെൽക്കം പറഞ്ഞതാണ്. സോ രാഹുലേട്ടൻ സ്പെഷ്യൽ വെൽക്കം ടു സെല്ലുലോയിഡ്. ഒരു വാക്ക് ഓക്കെ, ഞാൻ ആദ്യം ചോദ്യം രാഹുലേട്ടനോട് ചോദിക്കുന്നില്ല. Let me begin with the ladies. നമുക്ക് 3 പേർക്കും ഇദ്ദേഹം ചെയ്ത പാട്ടുകളിൽ ഏതെങ്കിലും ഒരു പാട്ട് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും. സോ ലെറ്റ് മീ ബിഗിൻ വിത്ത് യു. ഐ ലവ് ലൈലാഗൻ മീൻ സോങ്. ഓക്കെ, ആൻഡ് ഈ മൂവിയിൽ നമുക്ക് 4 songs ഉണ്ട്. അത് മാത്രമേ കേട്ടിട്ടുള്ളൂ. നാളുവരെ പല സോങ് ഇസ് ലൈക്ക് മൈ ഫേവറേറ്റ്. ഈ കുട്ടീനെ എല്ലാ സിനിമയിലും കാസ്റ്റ് ചെയ്തല്ലോ കേട്ടോ. കാരണം ചോദ്യം ഇപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ കറങ്ങി തിരികെ നിങ്ങളെ സിനിമയിൽ തന്നെ വന്നു നിൽക്കാം. എല്ലാം മനസ്സിലായി. ദി ബെസ്റ്റ് ആണ് ഇവിടെ. ഇനി അതൊക്കെ ഞാൻ അടുത്ത സ്ക്രിപ്റ്റിൽ 2 ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കേണ്ടി വരും. ഡയറക്ടർ ഇപ്പോഴേ നോട്ട് ചെയ്തത്. ഈ ലൈലാഗമേ ഇഷ്ടമാണ്, പക്ഷെ ഈ സിനിമയിലെ പാട്ടാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ഐശ്വര്യ പറയും ഈ സിനിമയിലെ പാട്ട് ഇഷ്ടമാണ്. 2010 സോങ്ങില് അതിലിടക്ക് വരുന്ന ഒരു സൂചി മുഖി എന്ന് പറഞ്ഞ ഒരു പോർഷൻ. സൂചിമുഖി ജാലങ്ങളാൽ കൈനീട്ടുമീ വനങ്ങൾ പൊൻപൈനുകൾ. ലിറിക്സ് മറന്നുപോയി. റഫീഖിക്കാൻ ശ്രമിക്കണം. അതിനകത്തൊരു സാധനമുണ്ട്, അനുരാഗമതിലോലം. അനുരാഗമതിലോലം മൃദുമന്ത്രമാം ഹൃദയാംശു ചൊരിയുന്നുവോ. ഓക്കെ, ഇനി എന്റെ ഫേവറേറ്റ് മറ്റേ കാർമുകിലിൻ സോങ് ആണ് ബാച്ചിലർ പാർട്ടി. എന്റെ ഭയങ്കര ഫേവറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തൂമഞ്ഞും എന്ന് പറയുന്ന ഒരു ഇതില്ലേ, അതും കൂടെ കുറച്ചേരം ഇത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വരാം. തൂമഞ്ഞും തീയാകുന്നു നിലാവിൽ നീ വരില്ലെങ്കിൽ ഓരോരോ മാത്രയും ഓരോ യുഗം നീ പൂവരം പാതിരയോ പകലായി മലരായി പ്രിയാമുഖമാം നദിയിൽ നീന്തിയലയും മിഴികൾ. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? എനിക്ക് പാട്ട് ഒന്ന് ചോദിക്കാൻ എനിക്ക് ഒരു കാര്യം പറയാം. രാഹുല് രാത്രി ഇത് ഓക്കെ ചെയ്യുന്ന ഒരാളാണ്. ആരെയാണ് പുള്ളിയുടെ ഭാവനകളൊക്കെ വരുന്നത്. റഹ്മാന്റെ പാതകൾ ഫോളോ ചെയ്യാണ്. പക്ഷെ റഹ്മാന്റെ പകലാക്കിയപ്പോ നമ്മളൊക്കെ രാത്രി സ്റ്റക്കായി. പുള്ളി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നോക്കി രാത്രി ഒന്നും ശരിയാവില്ല, ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു പകല് മതി. അതിൽ സ്റ്റക്കായ കുറെ പേര് ഞങ്ങളെ പോലുള്ളവരുണ്ട് പുള്ളിനെ ഫോളോ ചെയ്തവര്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ചേട്ടൻ ശരിക്കും രാത്രി എത്ര നേരം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനത് നമ്മള് ഇരുന്ന് പോകുമ്പോ ആ ഒരു രസത്തിൽ ആ മൂഡിലങ്ങ് ആ സോണില്. ഈവൻ ടുഡേ ഐ വോക്ക് അപ്പ് ഐ സ്ലെപ്റ്റ് അപ്പ് 6-7 ആണോ? എന്നിട്ട് എപ്പോ എണീക്കൂ? പിന്നെ എണീപ്പിക്കുമ്പോ മാനേജർ വന്നൊരു ചൂടുവെള്ളം കൊണ്ടുവന്നു അങ്ങനെ. ഒരു മ്യൂസിക് ഡയറക്ടർ റൂട്ടീനാണ് നമ്മളിപ്പോ. അതോ ഒരിക്കലും ഫോളോ ചെയ്യരുത്, നല്ലതല്ല. ഞാൻ തന്നെ അത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ നോട്ട് ഈസി. നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സോണിലായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് അങ്ങ് പോകില്ലേ. ക്രിയേറ്റിവിറ്റി ഒരു ബട്ടൺ ഓൺ ആവുന്നു. ഇവൻ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്കത് ആ ഫ്ലോ പോവും. അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇരുന്ന് പോണത്. അല്ലാണ്ട് ഇരുന്നിട്ട് റെക്കോർഡ് ഇടണം എന്നുള്ള ആഗ്രഹത്തിലൊന്നുമല്ല. ഇറ്റ് ഇസ് നോട്ട് വെരി ഹെൽത്തി ഓൾസോ. സോ
ഡോണ്ട് ഫോളോ ഇറ്റ്, ഡിസ്ക്ലൈമർ. ഞാൻ തന്നെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സോ ചേട്ടാ, ഞാനിപ്പോ നേരത്തെ ഐശ്വര്യമായിട്ട് നമ്മളുടെ കോൺവെർസേഷനിൽ പറയുന്നത് ഇതിനകത്ത് ഒരു പശുവിന്റെ ഒരു എന്താ കരച്ചിലോ മൂളലോ എന്തായാലും പറയുന്നത് യോധനം. പക്ഷെ അതിനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഒരു മ്യൂസിക്കുമായിട്ട് ഇങ്ങനെ ഇഴുകി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടില്. ഞാൻ ആ പാട്ട് കേട്ടിരുന്നു സൈചേട്ടൻ. ഹരിനാരായണനാണ് കേട്ടോ അത് എഴുതിയത്. ആൻഡ് ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ. അത് സിദ്ദിഖ് സാറിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ആ പാട്ടിൽ ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ കമ്പോസ് ചെയ്തത് സാറാണ് എനിക്ക് അപ്രൂവൽ തന്നത്. ഓ രാഹുൽ, ദിസ് ഗോ ഹെഡ് വിത്ത് ദിസ് സോങ്. ഒരു ലിറിക്സ് ആണെങ്കിലും ഹരിയായിട്ടുള്ള ഇൻട്രാക്ട് ഒക്കെ ചെയ്തത് സാറ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എൻ്റെ സാറ് ഡയറക്റ്റ് ചെയ്തൊരു പടത്തിൽ നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സാറിൻ്റെ മേൽനോട്ടവും അനുഗ്രഹവും സ്പർശനവും ഒക്കെ ഉള്ളൊരു സിനിമയിൽ നമുക്ക് ഭാഗമാകാൻ പറ്റി എന്നുള്ളത് എക്കാലത്തും നമ്മുടെ കരിയറിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിലിംസ് ആയിട്ട് തന്നെ നിൽക്കും. എത്ര 2 മതിയോ? 2 വെച്ച് നോക്കിയാൽ പകുതിയായിപ്പോൾ. അതാ പശുവും മനുഷ്യനും, മാൻ ആൻഡ് ദ ബീസ്റ്റ്. ബീസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പശു, തമ്മിലുള്ളൊരു ബന്ധം. നമ്മൾ പശുവിനെ താലാട്ടുന്നു, നമ്മൾ ശുശ്രൂഷിക്കുന്നു, അവൻ വാലാട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നീയാണ് എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയുള്ള പാല് തരിക, സോ ഐ ഗിവ് യു, നമ്മുടെ ഇഷ്ടമാവുന്ന സ്നേഹമാവുന്ന ഇത് നമ്മൾ അങ്ങോട്ട് തരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ആൻഡ് ഓൾസോ വാണ്ടഡ് ആ സോങ്ങിൽ ഐ വാണ്ടഡ് ടു ഒരു ലിസണർ കേൾക്കുമ്പോൾ ഐ വാണ്ടഡ് ടു ഫീൽ ലൈക്ക് എ വില്ലേജ് ലൈഫ്. ഒരു വില്ലേജ് ലൈഫ് നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്തിയ ഒരു ഇമേഴ്സീവ് ഫീൽ വരണം എന്നുണ്ടായിരുന്നു. അതാണ് ആ പശുവിന്റെ ശബ്ദവും. അത് മാത്രമല്ല ത്രൂ ഔട്ട് ആ മൂവിയില് ഈ ഒരു വില്ലേജുള്ള ഒരു ഇതൊരുപാട് നമുക്കായിട്ട് വന്നിട്ടുണ്ട്. കുറെ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വീണ്ടും കാണിക്കുന്ന രീതിയിൽ നമ്മൾ ആ കുറെ ഫ്രെയിംസും ഷോർട്സും ഒക്കെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള ഫ്രെയിംസ് ഒക്കെ അതിൽ ഒത്തിരി വന്നിട്ടുണ്ട്. ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്യാൻ ഈ സംഗീതമാണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും അതിനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. വിത്തൗട്ട് ഫർദർ അഡു, നാഴൂരിപ്പാല് തേനൂറും പാട്ട് നെഞ്ചാകെ തൂകും നേരം, താലാട്ടും ഏന് വാലാട്ടും നീ, ചൊല്ലാതെ ചൊല്ലും നേര്, താനേ ഇരു കണ്ണും നട്ട് പോകേ നീ ഉള്ളം തൊട്ട്, കൂമ്പാളക്കിണ്ണത്തിൽ ഈ അൻപിൻ പൈമ്പാല് നീ ചുരന്ന് ഞാൻ കറന്ന്. ബ്യൂട്ടിഫുൾ. സോ ലിറിക്സ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ തീർച്ചയായും ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ അത് എടുത്ത് ശ്രദ്ധിക്കുകയും ചെയ്യും. സോ പൊറോട്ട് നാടകം എന്ന് പറയുന്ന ഈ ചിത്രം സൂൺ തന്നെ തിയേറ്റേഴ്സിൽ ഹിറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഇഷ്ടം സിനിമയുടെ ഒപ്പം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് സെല്ലുലോയിഡ്. Thank you. So I will catch you guys in the next episode. Till then, this is Meenakshi Dev signing off from Celluloid. Bye.